പിശാച് നിങ്ങളെ ശ്രദ്ധിക്കണം. അവൻ്റെ ആൾക്കാരെ അവൻ പേടിപ്പിക്കും. അവൻ്റെ ആൾക്കാരെ അവൻ പേടിപ്പിക്കും. ആരുടെ ആൾക്കാരെ? പിശാചിൻ്റെ ആൾക്കാരെ. നിങ്ങൾ അങ്ങനെ കാട്ടരുത്, അങ്ങനെ ചെയ്യരുത്, അത് സംഭവിക്കും, ഇത് സംഭവിക്കും, പ്രയാസപ്പെടും, കഷ്ടപ്പെടും, ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പേടിപ്പിക്കും. യുഖവ്വിഫു ഔലിയാ, അവൻ്റെ ഔലിയാഇനെയാണ് അവൻ ഭയപ്പെടുത്തുക. അതുകൊണ്ട് ഫലാ തഖാഫൂ, അവനെ നിങ്ങൾ ഭയപ്പെടരുത്. വഖാഫൂനി, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പോൾ നാം സത്യവിശ്വാസികളാണ് എന്നതിലേക്കുള്ള തെളിവാണ് നമ്മുടെ ഭയം പിശാചിനോടല്ല. നമ്മുടെ ഭയം പിശാച് പറയുന്നതനുസരിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ, അത് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളോട് പിശാച് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അവരെ നിങ്ങൾ തരം താഴ്ത്തൽ വന്നില്ലേ? മൊയ്തീൻ ശൈഖിനെ തരം താഴ്ത്തൽ വന്നില്ലേ? ഔലിയാക്കളെ തരം താഴ്ത്തൽ വന്നില്ലേ? മുർസലുകളെ തരം താഴ്ത്തൽ വന്നില്ലേ? അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവൻ ഭയപ്പെടുത്തും എന്നാണ്. അങ്ങനെ ഭയപ്പെടുത്തും. അത് പിശാചിൻ്റെ ജോലിയാണ്. എന്ത്? നമ്മെ ഭയപ്പെടുത്തുക. എപ്പോൾ? നാം ശിർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ശിർക്ക് ചെയ്യണമെന്ന് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാട്ടുന്നവരെ. അതൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ ഇങ്ങനെയുള്ള സുന്ദരമായ ആസ്വാദ്യകരമായ നല്ല കാഴ്ചകൾ, നല്ല കേൾവികൾ, നല്ല പാട്ടുകൾ, നല്ല മ്യൂസിക്കുകൾ, ഇതെല്ലാം ഇപ്പോൾ നിങ്ങൾ ആസ്വദിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ യുവത്വമല്ലേ, നിങ്ങളിപ്പോൾ നല്ല ചൊരത്തുളപ്പുള്ളതായ സന്ദർഭമല്ലേ, ആസ്വദിക്കേണ്ട സമയമല്ലേ? ഈ സമയത്തൊക്കെ നിങ്ങളിങ്ങനെ ചടഞ്ഞു കൂടിയാൽ ശരിയാവുമോ? പള്ളിയും നിസ്കാരവും ദിക്റും തസ്ബീഹും തഹ്ലീലുമായി കൂടിയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ എന്ത് ചെയ്യും? ദേഹേച്ഛയിലേക്ക് ക്ഷണിക്കും. അതാണ് ഇന്നമാ ദാലികുമുശ് ശൈത്താനു യുഖവ്വിഫു ഔലിയാ, അള്ളാഹുവിൻ്റെ ശത്രുവായ പിശാച് അവൻ അള്ളാഹുവിനോട് ശപഥം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് ഏറ്റെടുത്തതായ ആ ജോലി നിർവഹിക്കാൻ വേണ്ടി അവൻ്റെ അനുയായികളെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് അവൻ ഭയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ അവനെയല്ല ഭയപ്പെടേണ്ടത്, എന്നെയാണ് ഭയപ്പെടേണ്ടത്. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. വേറൊരു ശൈലിയിൽ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, ഫലാ തഖ്ശൗന്നാസ വഖ്ശൗൻ, നിങ്ങൾ ജനങ്ങളെയല്ല ഭയപ്പെടേണ്ടത്. ആദ്യം പറഞ്ഞത് പിശാചിനെയാണ്, ഇപ്പോൾ നിങ്ങൾ ജനങ്ങളെയല്ല ഭയപ്പെടേണ്ടത്. ചിലപ്പോൾ ജനങ്ങളെ ഭയപ്പെട്ട് കണ്ട് നിസ്കരിക്കും, അല്ലെങ്കിൽ നിസ്കാരം ഒഴിവാക്കും. അങ്ങനെയാണ് ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും ജനങ്ങൾ ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നല്ലാതെ അള്ളാഹുവിനെ ഭയമില്ല. അള്ളാഹ് പറയുന്നു, അല്ല, എന്നെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്ന്.